ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് കറിയാണ് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ഏട്ടൻ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അതിനൊന്ന് കുളിപ്പിച്ചെടുക്കണമല്ലോ. 1-2 തവണ ഒന്നും കുളിപ്പിച്ചാൽ പോരല്ലോ, ഒരു 8-9 തവണയെങ്കിലും ബീഫിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ചോരമയൊക്കെ ശരിക്കും പോകണമല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കാണ് ഒരു 6-7 തവണ കഴുകിട്ടോ. അതിൻ്റെ ചോരമയൊക്കെ ശരിക്കും കളഞ്ഞു. ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ബീഫൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങണം. അപ്പം ഞാൻ വെക്കണത് എങ്ങനെയാണെന്നാണ് കേട്ടോ ഞാൻ കാണിക്കണേ. അപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. സവാള, പച്ചമുളക്, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത് രണ്ടും കൂടി അരച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. അതിനുശേഷം കുറച്ച് ചൊറുക്ക, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ഇടും. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ബീഫ് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഞാൻ മാറ്റി വെച്ചേക്കും. തക്കാളി ചേർക്കും കേട്ടോ. ഞാൻ എല്ലാത്തിലും മിക്ക കറികളും വയ്ക്കുകയാണെങ്കിലും ഞാൻ തക്കാളി ചേർക്കും. തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ട്. വേപ്പില എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു കുറച്ച് നേരം നമ്മൾ വച്ചിരുന്നാലാണല്ലോ അത് എല്ലാം പിടിക്കുള്ളൂ. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്ത് തേങ്ങ അധികം ചേർക്കാറില്ല. ചിലർ തേങ്ങയൊക്കെ ചേർത്ത് ബീഫ് വയ്ക്കാറുണ്ട്, പക്ഷെ ഞാനങ്ങനെ തേങ്ങ ചേർക്കാറില്ല. അപ്പോൾ അത് കുറച്ച് നേരം വച്ചേർന്നു. അതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഞാൻ വേവിക്കാൻ വയ്ക്കുകയാണ്. ഒരു 6-7 വിസിൽ അടുപ്പിച്ചായിരുന്നു കേട്ടോ. കാരണം നന്നായിട്ട് ബീഫാകുമ്പോൾ നന്നായിട്ട് വേവണമല്ലോ. അപ്പോൾ അത് തന്നെ ബീഫൊക്കെ വെന്തു. പിന്നെ അതിൻ്റെ വെള്ളം ഞാൻ കുറച്ചെടുത്ത് വെക്കുകയാണ് കേട്ടോ ഗ്ലാസ്സിൽ. കാരണം എനിക്ക് അതിൻ്റെ വെള്ളം ഇങ്ങനെ കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ തക്കാളിയുടെ ആ പുളിയും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചാണല്ലോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരു സവാളയായിരുന്നു ഇട്ടത്. ഞാൻ 2 സവാളയാണ് കേട്ടോ ചേർത്തേക്കണേ. കാരണം എനിക്ക് സവാള അങ്ങനെ ഒരുപാട് ഇടുന്ന ഇഷ്ടമല്ല. കാരണം സവാള ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ അതിന് ഒരു മധുരം വരും. അപ്പോൾ അതായിരുന്നു കൂടി ഞാൻ അങ്ങനെ സവാള ഒരുപാട് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു സവാളയാണ് ഞാൻ ബീഫ് പുരട്ടി വെച്ച സമയത്ത് ഇട്ടത്. പിന്നെ ഒരു സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ സവാളയും കൂടി വഴറ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറിലൊക്കെ ആവണതിന് മുമ്പേ നമുക്ക് പൊടികൾ ചേർക്കണം. അപ്പോൾ ഒരു നല്ല മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളകൊക്കെ മതിയാവും. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് മസാലപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയാണ് ഇട്ടത്. എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുവാണ്. നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കറിയിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. ഇവിടെ ഞാൻ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യലെന്ന് പറയണം കേട്ടോ. നമുക്കിന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് ബീഫാണ്. അപ്പോൾ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറും കൂടിയും കഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.